നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്ന ബെഡ്റൂംസിൻ്റെ അകത്ത് വരുന്ന കബോർഡിൽ നമുക്ക് എങ്ങനെ സ്പേസ് നഷ്ടപ്പെടാതെ ഡോറ് തുറക്കാനുള്ള ആ ഏരിയ നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെ സ്ലൈഡിംഗ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു കോർണറിലാണ് മൾട്ടിവുഡാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഏരിയയിൽ ഒരു കോർണറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ണാടി കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തൊരു ചെറിയ ടേബിളും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഡോറാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ കബോർഡ് വർക്കിലേക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് രണ്ട് സൈഡിലുമായിട്ടാണ് ഡോറ് സിസ്റ്റം ചെയ്യാറ്. ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് സിസ്റ്റമാണ്. സ്ലൈഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ ഡോറിൻ്റെ അതായത് വാതിൽ തുറക്കുന്ന സമയത്ത് കൺജസ്റ്റഡോ കാര്യങ്ങളൊന്നും ആവുന്ന ഫീൽ ചെയ്യില്ല. കാരണത്തിന് ഈ സ്ലൈഡിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കട്ടിൽ ചെറിയൊരു ബെഡ്റൂംസ് ആണെങ്കിൽ കട്ടിൽ കാര്യങ്ങൾ ഇടുന്ന കട്ടിലിടുന്ന സമയത്ത് നമ്മുടെ ഡോറ് തുറക്കുകയാണെങ്കിൽ ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ഡോറ് ചിലപ്പോൾ കട്ടിൽമ മുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ആ ഡോറിൻ്റെ അതായത് ഡോറ് തുറക്കുന്ന സമയത്ത് യാതൊരു ഡിസ്റ്റർബൻസോ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സ്പേസ് നഷ്ടപ്പെടുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ലൈഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിലാണ്. ഏറ്റവും മുകളിൽ വീണ്ടും കബോർഡിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതും ഇതുപോലെ തന്നെ രണ്ട് സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് ഈ രണ്ട് സ്ലൈഡിങ് ഡോറ് കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലായിട്ട്. അത് വളരെ നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് മൈക്ക ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മൈക്ക ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അല്ലാത്ത രീതിയിൽ ഓട്ടോ പെയിൻറ്റിംഗ് ആണെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ചാനൽ വരുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചാനൽ യൂസ് ചെയ്യുന്നത്. ചാനലിലൂടെയാണ് അതിൻ്റെ സ്ലൈഡിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അകത്ത് വരുന്ന സ്പേസ് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് രണ്ട് കോളങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡുകളിൽ ചെറിയ ചെറിയ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ ഇടുന്ന രീതിയിൽ ലോങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള അറകളും ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യുക്തം അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്ലൈഡിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡോറിൻ്റെ നമുക്ക് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഡോറ് തുറക്കുന്ന സമയത്ത് സ്പേസ് നഷ്ടപ്പെടുന്നു. ഇനി അത് കൂടാതെ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മൾട്ടിവുഡിലാണെങ്കിലും ഏതിലാണെങ്കിലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഡോറ് നമ്മൾ ഇത്രയും ഹൈറ്റുള്ള ഡോറ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡോറ് തൂങ്ങി പിന്നീട് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തൊരു സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് ഈ ഡോറ് ലൂസായി പോയി കറക്റ്റായിട്ട് ചേരാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഒഴിവാക്കാൻ പറ്റും ഈ പറഞ്ഞ സ്ലൈഡിംഗ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഡോറ് തൂങ്ങിപ്പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചേരാൻ പറ്റുന്ന അല്ലാത്ത രീതിയിലും ഉള്ള മാക്സിമം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എത്ര നല്ല മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചാലും ഈ പറഞ്ഞ രീതിയിൽ പ്ലൈവുഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാലും ഡോറിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് തൂങ്ങി വിജാഗിരി അത് ഹിഞ്ചസിൽ നിന്ന് തൂങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ ഒഴിവാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.